വെൽക്കം ബാക്ക്. കുറേ നാളായി വ്ളോഗ് ചെയ്തിട്ട്. അന്ന് ആ സർപ്രൈസ് വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഒരു വ്ളോഗൊന്നും ചെയ്തില്ല. സോ ഇന്നതിപ്പം വ്ളോഗ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, വ്ളോഗ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇന്ന് സാറ്റർഡേ ആണ്. സൺഡേ ഞാൻ എഡിറ്റ് ചെയ്ത് പതുക്കെയൊക്കെ ഇടാം. അങ്ങനെയുള്ളൊരു വ്ളോഗായിരിക്കും. ആദ്യം ഞാൻ വ്ളോഗിൻ്റെ ഒരു ഉള്ളടക്കം പറയാം. വേറൊന്നുമില്ല, ഞാൻ ഈ വെയിറ്റ് കുറയ്ക്കാനും വെയിറ്റ് ഡ്രോപ്പ് ചെയ്തതെല്ലാം ഒരാളെ വീഡിയോ കണ്ടിട്ടാണ്. സോ പുള്ളിയെ ഞാൻ നാളെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. വിസിറ്റ് എന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു 1 day ന്യൂട്രീഷൻ കോഴ്സ് ഉണ്ട്. സോ അത് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് നാളെ. സോ പുള്ളി വരുമെന്ന് കരുതുന്നു. പുള്ളിയാണ് എടുക്കുന്നത്. പുള്ളിക്ക് കൊടുക്കാൻ വേറെ ആരുമല്ല, വിജോബി ആശാൻ. അപ്പോൾ വിജോബിയുടെ ഒരു പിക്ചർ ഞാൻ വരയ്ക്കുകയാണ്. ഞാൻ ഓൾറെഡി എനിക്കൊരു പേജുണ്ട് ഇൻസ്റ്റാഗ്രാം, ഷെയ്ഡ്സ് ഓഫ് വിഷ്ണു എന്നാണ് ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ്. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ ക്ലാസ് കഴിഞ്ഞിട്ട് കൊടുക്കണോ ക്ലാസ്സിന് മുന്നേ കൊടുക്കണോ അതൊക്കെ അവിടെ പോയിട്ട് നോക്കാം. അപ്പോൾ ഫുൾ വ്ളോഗായിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. ഓക്കെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? Feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. We lay awake in bed, the glass so loud as the hours pass. We're gonna do it all again. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never. ഏകദേശം എന്താ ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ഫിനിഷിംഗ് ഉണ്ട്. ഒറ്റ സ്റ്റെപ്പിൽ ഇരുന്ന് വരച്ചോണ്ടേ അതിനൊരു ക്ലാരിറ്റി വരില്ല. അപ്പോൾ ഒരു 1 hour കഴിഞ്ഞിട്ട് ബാക്കി ഫിനിഷ് ചെയ്യാം. എന്നാലേ അതിനൊരു കുറച്ചും കൂടെ ക്ലാരിറ്റി വരുത്താറുണ്ട്. ഇതാണിപ്പോൾ വരച്ചിരിക്കുന്നത്. ഇതിൽ കുറച്ചും കൂടെ വരുത്താറുണ്ട് ക്ലാരിറ്റി. കുറച്ച് ഐയുടെ അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ കുറച്ച് എന്തൊക്കെ മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ എണ്ണീറ്റ് ഒന്നും കൂടെ ക്ലിയർ ചെയ്യണം. വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? മിസ്റ്റർ വിജോബി വിജോബി ഫിറ്റ്നസിൻ്റെ ലോഗോ ചെയ്തിട്ടുണ്ട്. നാളെ കൊടുക്കുക. ഓക്കെ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നാളെ ട്രെയിനിങ് സെഷൻ കഴിഞ്ഞിട്ട് പുള്ളിക്ക് കൊടുക്കും. 4:30 ട്രെയിന്. ഉറങ്ങണം. നാളത്തെ വ്ളോഗിൽ ഉറങ്ങിപ്പോയി ഗൈസ്. ട്രെയിനിങ് മിസ്സായി. നെക്സ്റ്റ് ബാച്ച്
എന്നിട്ട് എന്തൊക്കെയായിരുന്നു, ഞാൻ ഉറങ്ങിപ്പോയി, നല്ല ഡീപ്പായിട്ട് ഉറങ്ങിപ്പോയി. ആക്ച്വലി ആ പിക്ചർ ഇന്നലെ ഇരുന്ന് വരച്ചതിൻ്റെ ഇതായിരുന്നു തോന്നുന്നേ. നല്ല ഡീപ്പായിട്ട് ഉറങ്ങി. ഒരു 12 മണിയായപ്പോൾ, എൻ്റെ തെറ്റാ, ലേറ്റായിട്ട് ഉറങ്ങി. 12 മണിയായപ്പോൾ കിടന്നു. നേരത്തെ കിടക്കണ്ടായിരുന്നു. അലാറം അടിച്ചൊന്നും കേട്ടില്ല. നന്നായിട്ട് ഉറങ്ങിപ്പോയി. സിസ്റ്റർ ഇവിടുത്തെ ഒരു വെട്ടം അടിച്ചപ്പോൾ നൈസിനായിട്ട് എൻ്റെ നോക്കിയപ്പോൾ 6:45, 4:30 ട്രെയിന് വിളിച്ച് ബുക്ക് ചെയ്തു. ഇന്നൊരു സോളോ ഔട്ടിങ് ആവാമെന്ന് വിചാരിച്ചു. ട്രെയിൻ മിസ്സായല്ലേ, എന്തായാലും ഒരു സോളോ ഔട്ടിങ് ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്കാൻഡിയിൽ വന്ന ഫസ്റ്റ് ടൈമാണ് സ്കാൻഡി ട്രൈ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ നോക്കാം. മിസ് ചെയ്തതിൻ്റെ സങ്കടം ഇതുവരെയും തീർന്നില്ല. നേരത്തെ പോയി 2 ദോശയും ബീഫും ഡബിൾ ഓംപ്ലേറ്റും കഴിച്ചു. ഇനി എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ആക്ച്വലി ഫലൂഡ കഴിക്കാമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. പക്ഷേ ഫലൂഡ ആണെങ്കിൽ 180 റുപ്പീസാണ്. അതിന് പറഞ്ഞാൽ 135 റുപ്പീസിൽ സംഭവം കഴിച്ചു. വിടമാട്ടെ. അങ്ങനെ ഞാൻ ട്രെയിനൊന്നും മിസ് ചെയ്യുന്ന ആളല്ല. ഞാൻ ഒരുപാട് മീറ്റിങ്ങും കാര്യങ്ങളും കറക്റ്റ് ടൈമിനൊക്കെ പോയിട്ടുണ്ട് എല്ലാ കാര്യത്തിലും. പക്ഷേ എന്തോ നല്ലോണം ഉറങ്ങിപ്പോയി. കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെയൊക്കെയായി. എൻ്റെ പുറകെ ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് വരച്ചതല്ലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. എന്നാലൊരു 4 hours ഉറങ്ങാമെന്ന് പറഞ്ഞ് കിടന്നതാണ് നേരത്തെ. അങ്ങനെ മിസ്സായിപ്പോയത്. കുഴപ്പമില്ല. പുള്ളി മെസ്സേജ് അയച്ചിട്ടുണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ അവരെ ടീമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എനിക്ക് നെക്സ്റ്റ് ബാച്ച് എവിടെയാണോ അവിടെ പോയി അറ്റൻഡ് ചെയ്യാനുള്ള പെർമിഷൻ തന്നിട്ടുണ്ട്. സോ താങ്ക്സ് വിജോബി, താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എവിടെയാണ് അവിടെ വെച്ച് വ്ളോഗ് ചെയ്യാം. നെക്സ്റ്റ് ടൈം ഞാൻ ഉറപ്പായിട്ട് വിജയുടെ ഫാമിലി ഫുള്ളായിട്ട് ഞാൻ വരച്ചിരിക്കും. ഞാൻ ഈ ഐസ്ക്രീമും പായസമൊക്കെ കഴിച്ചതേ എൻ്റെ കൊതി കൊണ്ടാണ്, അല്ലാതെ ക്രേവിങ് കൊണ്ടല്ലോ. ചില സമയം സ്ട്രെസ് ചെയ്ത് ചെയ്യാറുണ്ട്. അതെല്ലാം ബാലൻസ് ചെയ്താണ് ചെയ്യണത്. സംടൈംസ് ഞാനത് ബാലൻസ് ചെയ്യാറുണ്ട്. ബാലൻസ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കാൻ പഠിക്കുക. ഓക്കെ, നിങ്ങളൊരു നെഗറ്റീവ് ഇതിലോട്ട് ഞാൻ കൊണ്ടുപോയതല്ല, ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഇത് കാണിച്ചതാണ്. പിന്നെ ഈ വ്ളോഗ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ എല്ലാവരും അവരുടെ ഒരു പോസിറ്റീവ് സൈഡും നല്ല കാര്യങ്ങൾ മാത്രമേ കാണിക്കത്തുള്ളൂ. അവരുടെ എല്ലാവരുടെ ബാക്കിലൊരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ, മിക്ക കാര്യങ്ങളൊക്കെ കാണും, വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ. അപ്പോൾ അതൊന്നും കാണിക്കാറില്ല. സോ നമ്മൾ നല്ല കാര്യം കാണിച്ച് അങ്ങ് പോവാം. അതാണ് എൻ്റെ ഇഷ്ടം. ഓക്കെ, സ്റ്റേ ട്യൂൺ. അടുത്ത വ്ളോഗ് വരും, പതുക്കെ ഞാൻ ചെയ്യാം. ഒരു ഇതിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യുന്നുണ്ട്, ജിമ്മിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ ഈ ആർട്ട് ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. അതൊന്ന് ഞാൻ ആക്ച്വലി ബേസിക്കായിട്ട് ഇത് പഠിച്ചിട്ടില്ല, വരയൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ അല്ലാതെ വരയ്ക്കുന്നതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, വിഷ്ണുവാണ് എനിക്ക് ഇതിൻ്റെ ഒരു ബേസ് പറഞ്ഞു തന്നെ. ബേസിക് ഞാൻ വരയ്ക്കുമായിരുന്നു, ഇതിൻ്റെ ഒരു ബേസ് പറഞ്ഞു തരുന്നത് വിഷ്ണുവാണ്. 1 day or 2 day എന്നല്ല പറഞ്ഞു തന്നിട്ടുള്ളൂ. അവൻ വരയ്ക്കണേ കണ്ടോണ്ടിരുന്നു. അതിനുശേഷം ഞാൻ തന്നെ പിക്ക് ചെയ്ത് വരച്ചു തുടങ്ങി. കോളേജ് ടൈമിലാണ് വരച്ചു തുടങ്ങുന്നത്, ഇങ്ങനെയൊക്കെ വരച്ചു തുടങ്ങുന്നത്. സോ അതെനിക്കൊന്ന് നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കണം.
കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ ഇഷ്ടമാണ് ചെയ്യണതിന്. അതങ്ങ് നല്ല ടൈം കിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതാ. ഓക്കെ, ബൈ. അടുത്ത വ്ളോഗിൽ കാണാം.